ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ചേമ്പും പിന്നെ തൈരും കൂടെ വെച്ചൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇന്ന് നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ആദ്യം ഞാൻ ചേമ്പെടുത്തു, അത് നന്നായിട്ട് വൃത്തിയായി കഴുകി ചിരണ്ടി കഴുകിയെടുത്തു. പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ എല്ലാം ഈ കളറാവുന്നോടം വരെ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചീനച്ചട്ടിലോട്ട് ആ എണ്ണയ്ക്കകത്ത് ബാക്കി വരുന്ന എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു വറ്റൽമുളക് ഇടാം. പിന്നെ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് പയ്യെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് നമുക്ക് സവാള ചേർക്കാം. അത് പയ്യെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പയ്യെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. പച്ചമുളകും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂണ് ശകലവും കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് അതും ഇട്ടു. പിന്നെ 2 സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമുക്കതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് പയ്യെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര്, ഞാൻ കട്ട തൈരാണ് എടുത്തത്, അത് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് നമ്മൾ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങനെ പിരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു 2 മിനിറ്റ്. ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം. നമുക്ക് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയപ്പോൾ തന്നെ അത് വറുത്ത് കോരിയപ്പോൾ തന്നെ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആവശ്യത്തിന് ശകലോടെ ഒരു ചാറിന് വേണ്ടിയിട്ട് ശകലം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തത്. അര സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് പയ്യെ ഒന്ന് തിളച്ച് വരുമ്പം
നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പ് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് നമുക്ക് വേവാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് വെന്തു. ഇനിയാണ് അതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർക്കുന്നത്. ഞാൻ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ മുകളിലിങ്ങനെ, ഒരുപാട് തക്കാളി വേവണ്ട, അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് വേവാൻ വിടാം. നന്നായിട്ട് തിളച്ചു. ആ തക്കാളിയൊക്കെ അങ്ങിട്ട് നല്ലൊരു കളറായി. അതിന് കാണാൻ തന്നെ നല്ലൊരു രസമില്ലേ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് 1/2 സ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ചേർത്തത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന്. ഇപ്പം തന്നെ നമ്മുടെ ചേമ്പും അതെല്ലാം നന്നായിട്ട് വെന്തു. മസാലയിൽ നന്നായിട്ട് അത് പിടിച്ച് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് മല്ലിയിലയാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഓപ്ഷനിലാണ് മല്ലിയില. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഞാൻ ഇച്ചിരി മല്ലിയില കൂടെ ഇട്ടു. മല്ലിയില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ ചാറ് അധികം ഇച്ചിരി വേണമെന്നുള്ളവർ നേരത്തെ അങ്ങ് തീ ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി കുറുകിയത് വേണമെന്നുണ്ടെങ്കിൽ ശകലോടെ പറ്റിച്ചെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.